ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും അർച്ചന ചേച്ചി LLB സീരിയലിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ വിജയ് ശങ്കർ അർച്ചനയോട് ചോദിക്കുന്നുണ്ട്, അയാളും തമ്മിൽ എന്താണ് പ്രശ്നം? ആ മധുബാല വന്ന് ഇവിടെ പ്രശ്നം ഉണ്ടാക്കിയതെല്ലാം ഞങ്ങൾ അറിഞ്ഞു. അയാളും നീയും തമ്മിൽ എന്താണ് ബന്ധമെന്നാണ് ഞങ്ങൾക്ക് അറിയേണ്ടത്. ഇതാണെന്ന് ചോദിക്കുമ്പോൾ അർച്ചന തിരിച്ച് വിജയ് ശങ്കറിനോട് ദേഷ്യപ്പെടുകയാണ്. എല്ലാം നിങ്ങൾ എന്തിനാണ് അറിയുന്നത്? അതെല്ലാം എൻ്റെ പേഴ്സണൽ കാര്യങ്ങളാണ്. അത് അന്വേഷിക്കാൻ നിങ്ങൾക്ക് എന്താണ് അവകാശം എന്ന് ചോദിക്കുമ്പോൾ വിജയ് ശങ്കർ ആണെങ്കിൽ അത് നിനക്ക് അറിയാത്തതാണോ എന്ന് തിരിച്ചു ചോദിക്കുകയാണ്. അർച്ചന ഇപ്പൊ പറയുകയാണ്, മോളുടെ കാര്യമാണെങ്കിൽ അതിന് നിങ്ങൾക്ക് അഭിപ്രായം പറയാം, അതിനപ്പുറം എന്റെ വ്യക്തിപരമായ കാര്യങ്ങളിൽ ഇടപെടാൻ ഒരവകാശവുമില്ലെന്ന് അർച്ചന അങ്ങനെ പറയുമ്പോൾ വിജയ് ശങ്കർ പറയുന്നുണ്ട്, കണ്ണടച്ചാൽ ചുറ്റിലുള്ളവരുടെ എല്ലാവരുടെയും കണ്ണ് ഇരുട്ടാവുമെന്ന് നീ കരുതണ്ട. അങ്ങനെ പറയുമ്പോൾ ജഗദീഷ് പറയുന്നുണ്ട്, അർച്ചനയും അയാളും ഓട്ടോയിൽ പോകുന്നത് കണ്ടവരൊക്കെ ഇവിടെ ഉണ്ട് എന്ന് പറയുമ്പോൾ ദീപ്തിക്ക് ദേഷ്യം വരികയാണ്. ദീപ്തി എന്നിട്ട് ജഗദീഷ് വക്കീലിനോട് പറയുന്നുണ്ട്, അങ്ങനെ എന്തെങ്കിലും കണ്ടവരുണ്ടെങ്കിൽ അവരോട് ക്യാമറ എടുത്തിട്ട് വരാൻ പറ, തെളിവ് കാണിക്കേ, ഞങ്ങൾ അതിന് മറുപടി പറയാം. അല്ലാതെ ആരെങ്കിലും എന്തെങ്കിലും പറയുന്നതും കേൾക്കുന്നതും കാണുന്നതുമായിട്ട് ഞങ്ങളടുത്തേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ നിങ്ങൾക്കെതിരെ മാനനഷ്ടത്തിന് കേസ് കൊടുക്കും. ഇനി ഏത് കൊമ്പത്തെ വക്കീലാണെങ്കിലും ശരി, ഞങ്ങൾ മാനനഷ്ടത്തിന് കേസ് കൊടുത്തിരിക്കുമെന്ന് പറഞ്ഞ് ദീപ്തി അർച്ചനയും വിളിച്ചുകൊണ്ട് അവിടെ നിന്നും പോവുകയാണ്. ശങ്കർ അപ്പൊ ജഗദീഷിനോട് പറയുന്നുണ്ട്, അവൾക്ക് ഏതായാലും ആദ്യത്തെ ഷോക്ക് കിട്ടിക്കഴിഞ്ഞു എന്ന് ജഗദീഷ് അപ്പൊ പറയാണ്. ഈ സംഭവം ആവശ്യത്തിന് ഊതി പെരുപ്പിച്ചാൽ മതി സാറേ നമുക്ക് എന്ന് പറയുമ്പോൾ വിജയ് ശങ്കർ പറയുന്നുണ്ട്, അതെ, ഈ സംഭവം കൊണ്ട് നാണം കെട്ട് വീട്ടിലിരിക്കണം. കോടതി മുറ്റത്ത് പോലും അവൾക്ക് വരാൻ കഴിയരുത് എന്നങ്ങനെ പറയാണ്. പിന്നീട് JK കാണിക്കുന്നുണ്ട്. JK ആണെങ്കിൽ പാർക്കിന്റെ അടുത്തുള്ള ഒരു പുഴയോരത്ത് അങ്ങനെ ഇരിക്കുകയാണ്. അപ്പോഴാണ് പാപ്പച്ചൻ അങ്ങോട്ടേക്ക് വരുന്നത്. JKക്കുള്ള മദ്യവുമായിട്ടാണ് പാപ്പച്ചൻ വരുന്നത്. പിന്നീട് JKക്ക് പാപ്പച്ചൻ മദ്യം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. JK അങ്ങനെ മദ്യം കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. പാപ്പച്ചനപ്പൊ ചോദിക്കുന്നുണ്ട്, സാറിന് വീട് കിട്ടിയെന്ന് പറഞ്ഞല്ലോ, എവിടെയാണെന്ന് ചോദിക്കുമ്പോൾ JK പറയുന്നുണ്ട്, എന്റെ ഒരു സ്റ്റുഡന്റിന്റെ കെയർ ഓഫിൽ കിട്ടിയ വീടാണ്. ആദ്യം ഞാൻ വേണ്ടെന്ന് വെച്ചതാണ്, പക്ഷേ ആ കുട്ടി നിർബന്ധിക്കുന്നു, അവളുടെ അയൽക്കാരനാവണമെന്ന്. അവൾക്ക് ഒരേ നിർബന്ധം. എന്തായാലും ഞാൻ അവൾക്ക് ടോക്കൺ അഡ്വാൻസ് കൊടുത്തു വെച്ചു. താൻ ഇനി എനിക്ക് വേണ്ടി വേറൊരു വീട് അന്വേഷിക്കണ്ട, ആ വീട് തന്നെ ഞാൻ ഉറപ്പിച്ചു എന്ന് JK അങ്ങനെ പറയുമ്പോൾ പാപ്പച്ചൻ ചോദിക്കുന്നുണ്ട്, നല്ല സാറേ, ഞാൻ അറിയാത്ത ഏത് വീടാണത്? ആ വീടെന്ന് സാർ ഒരു സൂചന തന്നിട്ടുണ്ടെങ്കിൽ ഞാൻ വീട് ഏതാണെന്ന് കണ്ടുപിടിക്കാം. അങ്ങനെ പാപ്പച്ചൻ പറയുമ്പോൾ JK പറയുന്നുണ്ട്, തൽക്കാലം ആ വീടിനെ കുറിച്ച് താൻ അറിയണ്ട, ഞായറാഴ്ച പോയി നമുക്ക് ആ വീടിന്റെ എഗ്രിമെന്റ് എഴുതാം, എന്നിട്ട് നമുക്ക് ആ താക്കോല് വാങ്ങാം. കമ്മീഷന്റെ കാര്യം ആലോചിച്ച് താൻ പേടിക്കണ്ട, തനിക്ക് കമ്മീഷൻ പോകുന്നില്ല. നീ എന്തായാലും എന്റെ കൂടെ കൂടിക്കോ, എന്റെ കൂടെ കൂടണമെന്ന് തന്റെ വലിയ ആഗ്രഹമല്ലേ, ആഗ്രഹത്തിന് ഞാൻ എന്തായാലും തടസ്സം നിൽക്കാൻ ഉദ്ദേശിക്കുന്നില്ല. അങ്ങനെ JK പറയുമ്പോൾ പാപ്പച്ചൻ പറയുന്നുണ്ട്, സന്തോഷമുണ്ട് സാറേ, ഞാൻ എന്തിനും ഏതിനും സാറിന്റെ കൂടെ നിന്നോളാം എന്ന് പറയുമ്പോൾ JK പറയുന്നുണ്ട്, കൂടെ നിൽക്കുന്നതൊക്കെ ശരി, പക്ഷേ എനിക്ക് കുറച്ച് ചിട്ടവട്ടങ്ങളുണ്ട്, എങ്ങാനും തെറ്റിയാൽ ആ നിമിഷം തന്നെ ഞാൻ പറഞ്ഞു വിടുമെന്ന് JK അങ്ങനെ പറയുമ്പോൾ പാപ്പച്ചനാണെങ്കിൽ വീണ്ടും സന്തോഷം കൊണ്ട് JKക്ക് മദ്യം ഒഴിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, സാർ എന്നെ പിരിച്ചുവിടേണ്ടി വരില്ല, ഞാൻ സാറിന്റെ വിശ്വസ്തനായിരിക്കും, എന്തിനും ഏതിനും ഞാൻ കൂടെ ഉണ്ടാവുമെന്ന് പറയാണ്. JK ഇരിക്കുന്ന അതേ പാർക്കിലേക്ക് തന്നെയാണ് അർച്ചനയും ദീപ്തിയും കൂടി വരുന്നത്. അവരങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ദീപ്തി അർച്ചനയോട് പറയുന്നുണ്ട്, അർച്ചനെ, നീ ആ വിഷയം വിട്ടേക്ക്, നിന്നെ ഒന്ന് സമാധാനിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ നിന്നെ ഇങ്ങോട്ടേക്ക് വിളിച്ചിട്ട് വന്നത്. അങ്ങനെ ദീപ്തി പറയുമ്പോൾ അർച്ചന പറയുന്നുണ്ട്, മനസ്സാ വാച അറിയാത്ത കാര്യങ്ങളാണ് ആ സ്ത്രീ വന്നെന്ന് പറഞ്ഞത്, അവളുടെ ഭാര്യയാണ് ആ സ്ത്രീ എന്നത് എനിക്ക് ആ സ്ത്രീ പറയുന്നത് വരെ അറിയില്ലായിരുന്നു. ഏതോ ഹൈക്കോടതി ജഡ്ജിയുടെ മകളാണെന്ന് മാത്രമേ എനിക്ക് അറിയൂ എന്ന് അർച്ചന അങ്ങനെ പറയുമ്പോൾ ദീപ്തി ചോദിക്കുന്നുണ്ട്, അപ്പോൾ നിനക്ക് ആ സ്ത്രീയെ ഇതിനു മുന്നേ പരിചയമുണ്ടല്ലേ എന്ന് ചോദിക്കുമ്പോൾ അർച്ചന പറയുന്നുണ്ട്, പരിചയമുണ്ട്, പക്ഷേ അത് യാദൃശ്ചികമാണ് എന്നും പറഞ്ഞുകൊണ്ട് അർച്ചന ഇതിനു മുന്നേ അർച്ചനയും ചിന്നു സ്കൂട്ടിയിൽ പോകുന്ന സമയത്ത് മധുബാല വന്ന് അർച്ചനയുടെ സ്കൂട്ടിയിൽ കാറിടിച്ചത് ദീപ്തിയോട് പറയാണ്. പിന്നീട് മധുബാലയും അർച്ചനയും തമ്മിലുണ്ടായ വഴക്കും അർച്ചനയെ മധുബാല തല്ലാൻ പോയതും അർച്ചന അവരെ തടഞ്ഞതും എല്ലാം തന്നെ അർച്ചന അങ്ങനെ ദീപ്തിയോട് തുറന്നു പറയുകയാണ്. പിന്നീട് അർച്ചന ദീപ്തിയോട് ചോദിക്കുന്നുണ്ട്, ഞാൻ അയാൾക്കൊപ്പം ഓട്ടോയിൽ പോയ കാര്യം ഇങ്ങനെ ജഗദീഷ് വക്കീൽ അറിഞ്ഞു എന്ന് ചോദിക്കുമ്പോൾ ദീപ്തി ചോദിക്കുന്നുണ്ട്, നീ ആ കരിമലക്കുടിക്കാരന്റെ കൂടെ ഓട്ടോയിൽ കയറിപ്പോയോ എന്ന് ചോദിക്കുമ്പോൾ അർച്ചന പറയുന്നുണ്ട്, ആ പോയി, എന്റെ വണ്ടി കേടുവന്ന സമയത്ത് നീ എന്നെ വേഗം വരാനായിട്ട് പ്രഷർ ചെയ്തില്ലേ, അന്ന് കേസിന്റെ കാര്യത്തിന് വേണ്ടി. ദിവസം ഒരു കൂട്ടം ഓട്ടോക്കാര് സ്ട്രൈക്കിലായിരുന്നു, ആ സമയത്താണ് അയാൾ ഒരു ഓട്ടോയിൽ വന്നത്. പിന്നെ ഞാൻ ആ അവസ്ഥയിൽ അയാളുടെ കൂടെ ഓട്ടോയിൽ കയറി ഷെയർ ഇട്ടിട്ടാണ് ഇങ്ങോട്ടേക്ക് വന്നതെന്ന് അർച്ചന അങ്ങനെ ദീപ്തിയോട് പറയാണ്. ദീപ്തി അപ്പൊ പറയുന്നുണ്ട്, അങ്ങനെയെങ്കിൽ അത് കണ്ട് ജഗദീഷ് വക്കീലിനോട് ആരെങ്കിലും പറഞ്ഞു കൊടുത്തതായിരിക്കും, എങ്കിൽ അയാൾ തന്നെ നിന്നെ കണ്ടിട്ടുണ്ടാവും. മധുബാല എന്തായാലും നമ്മുടെ ഓഫീസിൽ വന്ന് പ്രശ്നമുണ്ടാക്കിയത് ജയശങ്കറിന്റെ ഓഫീസിലെ എല്ലാവരും തന്നെ അറിഞ്ഞിട്ടുണ്ട് എന്ന് ദീപ്തി അങ്ങനെ പറയുമ്പോൾ അർച്ചന പറയുന്നുണ്ട്, ഇതൊക്കെ എനിക്കെതിരെ അവരിഞ്ഞ് എങ്ങനെ ഉപയോഗിക്കുമെന്നാണ് എനിക്കറിയാത്തത്. എന്റെ ഇപ്പോഴത്തെ ഏക സമാധാനം എന്ന് പറയുന്നത് ഈ ലോകം തന്നെ എന്നെ
തള്ളിപ്പറഞ്ഞാലും എൻ്റെ മോളും എൻ്റെ കൂടെപ്പിറപ്പുകളും ഒരിക്കലും എന്നെ തള്ളിപ്പറയില്ല എന്നും എൻ്റെ കൂടെയുണ്ടെന്ന് അർച്ചന അങ്ങനെ ദീപ്തിയോട് പറയാണ്. ദീപ്തി അർച്ചനയോട് പറയുന്നുണ്ട്, മധുബാല ഇന്ന് വന്നുണ്ടാക്കിയ പ്രശ്നം അയാൾക്കറിയില്ലെന്ന് തീർത്തു പറയാനായി കഴിയില്ല. ചിലപ്പോൾ മധുബാലയോട് അയാളിഞ്ഞി നിന്നെക്കുറിച്ച് എന്താണ് പറഞ്ഞിരിക്കുന്നതെന്ന് അറിയില്ലല്ലോ. അയാളൊരു മദ്യപാനിയല്ലേ, മദ്യവെച്ചതിന് ശേഷം ഭാര്യയോട് വഴക്കുണ്ടാക്കുന്ന സമയത്ത് നിന്നെക്കുറിച്ച് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടാവാം. സ്ത്രീ അങ്ങനെ നിന്നെ തെറ്റിദ്ധരിച്ചതാവാമെന്ന് ദീപ്തി അങ്ങനെ പറയുമ്പോൾ അർച്ചന പറയുന്നുണ്ട്, ഒരു കാരണവുമില്ലാതെ അയാൾ അങ്ങനെ എൻ്റെ പേര് വലിച്ചിടുവോ? എന്തിനാണ് അയാൾ അങ്ങനെ ചെയ്യേണ്ട ആവശ്യം? അയാളൊന്ന് കണ്ടുകിട്ടിയിരുന്നെങ്കിൽ എന്താണെന്ന് ചോദിച്ചറിയാമായിരുന്നു എന്ന് അർച്ചന അങ്ങനെ പറയുമ്പോൾ ദീപ്തി പറയുന്നുണ്ട്, അയാൾ എങ്ങോട്ടേക്ക് പോവാനാണ്, അയാൾ ഇവിടൊക്കെ തന്നെ ഉണ്ടാവും, നമുക്ക് അയാളെ കണ്ടുപിടിക്കാമെന്ന് പറയാണ്. അങ്ങനെ അർച്ചനയും ദീപ്തിയും അവിടെ നിന്നും പോകുന്ന സമയത്താണ് പെട്ടെന്ന് ദീപ്തി ജെകെയെ അവിടെ കാണുന്നത്. ദീപ്തി അപ്പൊ തന്നെ അർച്ചനയ്ക്ക് ജെകെയെ കാണിച്ചു കൊടുക്കുന്നുണ്ട്. ജെകെയാണെങ്കിൽ പാപ്പച്ചൻ്റെ കൂടെ ചേർന്ന് മദ്യപിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് അർച്ചനയോട് പറയുന്നുണ്ട്, അർച്ചനെ നീ വായോ, ആൾക്ക് കൊടുക്കേണ്ടത് ഇപ്പൊ തന്നെ കൊടുക്കണം, പിന്നത്തേക്ക് മാറ്റി വെക്കണ്ട പറഞ്ഞുകൊണ്ട് ദീപ്തി നേരെ ജെകെയുടെ അടുത്തേക്ക് പോവുകയാണ്. അർച്ചനയും കൂടെ പോകുന്നുണ്ട്. അവരെ കാണുന്നതും ജെകെ ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എന്താണ് ഇവിടെ, കാറ്റുകൊള്ളാനായി വന്നതാണോ എന്ന് ചോദിക്കുമ്പോൾ ദീപ്തി പറയുന്നുണ്ട്, നിങ്ങളെ കാണാൻ തന്നെ ഞങ്ങൾ വന്നതാണ്. അങ്ങനെ ദീപ്തി പറയുമ്പോൾ പാപ്പച്ചൻ പറയുന്നുണ്ട്, വാടക വീടിന്റെ കാര്യം സംസാരിക്കാനാണെങ്കിൽ മേഡം സാറിന് വേറൊരു നല്ല വീട് കിട്ടി ടോക്കൺ അഡ്വാൻസും കൊടുത്തു എന്ന് പറയുമ്പോൾ ജെകെ പറയുന്നുണ്ട്, താൻ എന്തിനാടോ ഇതെല്ലാം ഇവരോട് പറയുന്നതെന്ന് ചോദിക്കുകയാണ്. ദീപ്തി അപ്പൊ പറയുന്നുണ്ട്, തനിക്ക് എവിടെ വേണമെങ്കിലും വീട് കിട്ടിക്കോട്ടെ, ഒന്നും ഞങ്ങളുടെ വിഷയമല്ല, താൻ തന്റെ ഭാര്യയുമായി മര്യാദയ്ക്ക് ജീവിച്ചാൽ മതി. ബാല നിങ്ങളുടെ ഭാര്യയല്ലേ, ഞങ്ങളുടെ ഓഫീസിൽ വന്ന് അർച്ചനയെ അവരെ എന്തിനാണ് അപമാനിക്കേണ്ട ആവശ്യം? അങ്ങനെ ദീപ്തി ചോദിക്കുമ്പോൾ അർച്ചന പറയുന്നുണ്ട്, നിങ്ങളെ നിങ്ങളുടെ ഭാര്യയ്ക്ക് സംശയമാണെങ്കിൽ സംശയം നിങ്ങളാണ് തീർത്തു കൊടുക്കേണ്ടത്, എന്റെ ജോലിയല്ല അത്. നിങ്ങൾ നിങ്ങളുടെ ഭാര്യയ്ക്കൊന്ന് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കണം. അങ്ങനെ അർച്ചന പറയുമ്പോൾ ദീപ്തി പറയുന്നുണ്ട്, മാനവും മര്യാദയ്ക്കും ജീവിക്കുന്ന സ്ത്രീകളെ രഥം പറഞ്ഞു നടക്കുന്ന നിങ്ങളുടെ ഭാര്യയെ നിങ്ങൾ നിലയ്ക്ക് നിർത്തണം. സ്ത്രീ ജഡ്ജിയുടെ മകളാണെന്ന് കേട്ടാൽ ഞങ്ങളാരും പേടിക്കില്ല, മാനിക്കാൻ വന്നാൽ ഞങ്ങൾ കോടതി കയറ്റുമെന്ന് ദീപ്തി അങ്ങനെ പറയുമ്പോൾ അർച്ചന ജെകെയോട് ചോദിക്കുന്നുണ്ട്, എന്താ നിങ്ങൾക്ക് എന്താ മറുപടിയൊന്നുമില്ലേ? നിങ്ങളുമായി പരിചയപ്പെടേണ്ടി വന്ന ആ നിമിഷത്തെ ഞാനിപ്പോ ശപിക്കുകയാണ്. പരിചയത്തിന്റെ പേരിൽ ഞാനിപ്പോ വേട്ടയാടപ്പെടുകയാണ്. ആദ്യം നിങ്ങൾ എനിക്ക് കുറെ മനപ്രയാസങ്ങൾ ഉണ്ടാക്കി, ഇപ്പൊ നിങ്ങളുടെ ഭാര്യയും നിങ്ങൾക്കും നിങ്ങളുടെ ഭാര്യയ്ക്കും എന്തെങ്കിലും തലവേദന ഉണ്ടാക്കിയിട്ടുണ്ടോ? പ്ലീസ് ഇനിയും എന്നെ ദയവ് ചെയ്ത് നിങ്ങൾ ഉപദ്രവിക്കരുതെന്ന് പറഞ്ഞ് അർച്ചന സങ്കടത്തോടെ ജെകെയോട് കൈകൂപ്പിക്കൊണ്ട് അപേക്ഷിക്കുകയാണ്. എന്നിട്ട് വേഗം തന്നെ അർച്ചന അവിടെ നിന്നും പോകുന്നുണ്ട്. ജെകെ ആണെങ്കിൽ ഇതെല്ലാം കേട്ട് ആകെ ഷോക്കായി അങ്ങനെ നിൽക്കുകയാണ്. ദീപ്തി എന്നിട്ട് ജെകെയോട് ഒന്നുകൂടി വാണിംഗ് കൊടുക്കുകയാണ്, ആ പാവത്തെ ഇനിയും സംശയിക്കരുതെന്ന് നിങ്ങളൊന്ന് നിങ്ങളുടെ ഭാര്യയെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയെന്ന് പറഞ്ഞ് ദീപ്തിയും അവിടെ നിന്നും പോകുന്നുണ്ട്. ജെകെ ആണെങ്കിൽ ഒന്നും തിരിച്ചു പറയാനാവാതെ എട്ടിത്തരിച്ച് അങ്ങനെ നിൽക്കുകയാണ്. പാപ്പച്ചനും എന്താണ് സംഭവം എന്നറിയാതെ അവിടെ അങ്ങനെ നിൽക്കുന്നുണ്ട്. പിന്നീട് ജെകെ ആണെങ്കിൽ ആകെ തകർന്ന മനസ്സുമായി അവിടെ അങ്ങനെ ഇരിക്കുകയാണ്. പാപ്പച്ചനപ്പൊ ചോദിക്കുന്നുണ്ട്, അർച്ചന വക്കീലുമായി സാറിന് പരിചയമുണ്ടോ എന്ന് ഞാൻ അന്ന് ചോദിച്ചു, പക്ഷേ സാർ ഒന്നും പറഞ്ഞില്ല. എനിക്ക് മനസ്സിലായി സാറും വക്കീലും തമ്മിൽ മുൻ പരിചയമുണ്ടെന്ന്, പക്ഷേ അത് നല്ലൊരു പരിചയമല്ലേ, സാറിനപ്പോ ഭാര്യയും മക്കളൊക്കെ ഉണ്ടല്ലേ എന്നങ്ങനെ പാപ്പച്ചൻ ചോദിക്കുകയാണ്. ജെകെ അപ്പൊ പറയുന്നുണ്ട്, താൻ ഈ റെയിൽ പാളം കണ്ടിട്ടുണ്ടോ? എന്റെയും അവളുടെയും കഥ അതുപോലെയാണ്, എവിടെയെങ്കിലും കൂട്ടുമുട്ടുമെന്ന് തോന്നുകയുമില്ല, കുട്ടിമുട്ടിയാൽ തന്നെ നിന്ന് അത് വഴിമാറും, എവിടെയും ചെന്ന് അവസാനിക്കുകയുമില്ല എന്നങ്ങനെ ജെകെ പറയുമ്പോൾ പാപ്പച്ചൻ പറയുന്നുണ്ട്, സാറു ഒന്നുകൂടി കഴിക്കുക എന്ന് പറയുമ്പോൾ ജെകെ പറയുന്നുണ്ട്, ഇന്നിപ്പോ വേണ്ട, നിന്നിപ്പോ കഴിക്കാൻ പറ്റിയ മൂഡിലല്ല എന്ന് പറഞ്ഞുകൊണ്ട് ജെകെ വളരെ സങ്കടത്തോടെ അവിടെ നിന്നും പോകുന്നുണ്ട്. പിന്നീട് ദീപ്തിയാണെങ്കിൽ അർച്ചനോട് പറയുന്നുണ്ട്, അർച്ചനെ നമ്മൾ അയാളോട് പറഞ്ഞത് കുറച്ച് ഓവറായി പോയോ? എന്തായാലും അയാൾ ഒരു പുരുഷനല്ലേ, രണ്ട് സ്ത്രീകൾ ചെന്ന് അയാളുടെ ലെഫ്റ്റും റൈറ്റും കൂടി ഫയർ ചെയ്യുമ്പോൾ ആ പുള്ളിക്കൊന്നും മിണ്ടാൻ പറ്റാത്ത അവസ്ഥയായി പോയെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തോ ഇതെല്ലാം പറഞ്ഞപ്പോൾ അയാളുടെ മനസ്സിൽ അയാൾക്ക് എന്തോ ഒരു ആത്മവേദനയുള്ളതുപോലെ തോന്നി. അയാൾ ചിലപ്പോൾ അയാളുടെ ഭാര്യ വന്ന് നിന്റെ അടുത്ത് കലഹമുണ്ടാക്കുമെന്ന് വിചാരിച്ചിട്ടുണ്ടാവില്ല. ഷോക്കിൽ പെട്ടതുകൊണ്ടാണ് അയാള് നമ്മളോടൊന്നും പ്രതികരിക്കാതിരുന്നത്. എനിക്കെന്തോ ഒരു പേടി തോന്നുന്നു. മധുബാലയുടെ പ്രശ്നങ്ങളെല്ലാം നിനക്ക് അപമാനമുണ്ടാക്കിയല്ലോ, പോലെ ഇപ്പൊ നമ്മൾ പോയി അയാളെ അപമാനിച്ചില്ലേ, അതില് അയാൾക്ക് എന്തെങ്കിലും വേദനയുണ്ടായിട്ടുണ്ടെങ്കിൽ അയാളെങ്ങാനും പോയി ആ പുഴയിൽ ചാടിയാലോ? അയാളുടെ ഉള്ളിൽ കിടക്കുന്നത് മദ്യമല്ലേ, എന്തെങ്ങനെ ചെയ്യുമെന്ന് നമുക്കറിയില്ലല്ലോ എന്നൊക്കെ പേടി അങ്ങനെ ദീപ്തി അർച്ചനയോട് പങ്കുവെക്കുകയാണ്. അച്ഛനപ്പോ ദീപ്തിയോട് പറയുന്നുണ്ട്, അങ്ങനെ അയാൾ എന്തെങ്കിലും ചെയ്യാൻ പോവുകയാണെങ്കിൽ കൂടെ അയാളുടെ കൂടെ ഒരാളുണ്ടല്ലോ, അയാള് രക്ഷിച്ചോളുമെന്ന് അർച്ചന അങ്ങനെ പറയുമ്പോൾ ദീപ്തി പറയുന്നുണ്ട്, ശരിക്കും നമ്മൾ ഇയാളെ അല്ലായിരുന്നു കാണേണ്ടത്, ആ മധുബാലയെ ആയിരുന്നു. ആ മധുബാല താമസിക്കുന്ന ഹോട്ടല് നിനക്കറിയാമല്ലോ, നമുക്കിപ്പോൾ തന്നെ അവരെ പോയി കണ്ടാലോ?
നമുക്ക് അവരുമായിട്ടുള്ള തെറ്റിദ്ധാരണകൾ മാറ്റിയെടുത്താലോ എന്ന് ദീപ്തി അങ്ങനെ പറയുമ്പോൾ അർച്ചന പറയുന്നുണ്ട്, എനിക്ക് താല്പര്യമില്ല അവരെ പോയി കാണാൻ, എനിക്ക് അവരോട് പോയി യാചിക്കാനായി കഴിയില്ല, അതിന് ഒട്ടും യോജിപ്പില്ലെന്ന് ഞാൻ നിന്നോട് ആദ്യമേ പറഞ്ഞതാണെന്ന് അർച്ചന പറയുമ്പോൾ ദീപ്തി പറയുന്നുണ്ട്, ഞാനൊന്ന് നിന്നോട് ജസ്റ്റ് സൂചിപ്പിച്ചെന്നേ ഉള്ളൂ, നിനക്ക് വേണ്ടെങ്കിൽ നമുക്കത് വിട്ടേക്കാമെന്ന് പറയാണ്. അങ്ങനെ അർച്ചനയും ദീപ്തിയും അവിടെ നിന്നും പോകുന്നുണ്ട്. പിന്നീട് കോളേജിൽ നിന്ന് വന്ന ശേഷം ചിന്നു ടോക്കൺ അഡ്വാൻസ് കൊണ്ടുപോയി അനന്തന്റെ കയ്യിൽ ഏൽപ്പിക്കുകയാണ്. ഇത് ജെ.കെ. അങ്കിൾ തന്നതാണ്, വാടക വീടിന്റെ ടോക്കൺ അഡ്വാൻസ് ആണെന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. മുകുന്ദൻ അപ്പൊ പറയുന്നുണ്ട്, അപ്പൊ പിന്നെ ജെ.കെ. സാർ എന്തായാലും ആ വീട് എടുക്കുമെന്ന് ഉറപ്പായി എന്നങ്ങനെ പറയുമ്പോൾ അനന്തൻ ആ ക്യാഷ് കയ്യിൽ വാങ്ങി വെക്കുകയാണ്. ജോപ്പ പറയുന്നുണ്ട്, ചിന്നു എന്തായാലും ജെ.കെ. അങ്കിളിന്റെ അടുത്ത് നിന്ന് ടോക്കൺ അഡ്വാൻസ് വാങ്ങിച്ചത് ശരിയായില്ല, നിന്റെ അമ്മ അറിഞ്ഞിട്ടില്ലല്ലോ, അർച്ചന ചേച്ചി അറിയാതെയാണോ നീ ചെയ്തത് എന്നങ്ങനെ മഞ്ജു പറയുമ്പോൾ ചിന്നു പറയുന്നുണ്ട്, ടോക്കൺ അഡ്വാൻസ് വാങ്ങുന്ന സമയത്ത് ഞാൻ അമ്മയെ വിളിച്ചു കിട്ടിയില്ല, എന്റെ കയ്യിൽ തന്നിട്ടാണ് ജെ.കെ. അങ്കിള് കാര്യം പറഞ്ഞത് എന്ന് ചിന്നു അങ്ങനെ പറയാണ്. മഞ്ജു അപ്പൊ വീണ്ടും പറയുന്നുണ്ട്, വീട് വാടകയ്ക്ക് കൊടുക്കുമ്പോൾ അതിൻ്റെതായ ചില രീതികളില്ലേ, നമ്മൾ ആദ്യമായിട്ടൊന്നല്ലല്ലോ മേനോൻ സാറിന്റെ വീട് വാടകയ്ക്ക് കൊടുക്കുന്നത്, എനിക്ക് ടോക്കൺ അഡ്വാൻസ് വാങ്ങിച്ചതിന്റെ പ്രശ്നമൊന്നുമില്ല, ചിലപ്പോൾ അർച്ചന ചേച്ചിക്ക് അതൊരു പ്രശ്നമാണെങ്കിലോ, ഇപ്പോൾ അർച്ചന ചേച്ചി മറ്റാരടുത്തു നിന്നെങ്കിലും ടോക്കൺ വാങ്ങിയിട്ടുണ്ടെങ്കിലോ എന്ന് മഞ്ജു അങ്ങനെ ചോദിക്കുകയാണ്. ചിന്നു ആണെങ്കിൽ ആകെ സങ്കടപ്പെട്ടുകൊണ്ട് അങ്ങനെ നിൽക്കുകയാണ്. മഞ്ജു അപ്പൊ പറയുന്നുണ്ട്, മോളെ ഞാൻ നിന്നെ വഴക്കു പറഞ്ഞതോ കുറ്റപ്പെടുത്തിയതോ അല്ല, ഇപ്പോ നീ തന്നിഷ്ടപ്രകാരം ചെയ്തതുപോലെ എനിക്ക് തോന്നി, കെ സാറിന് വീട് കൊടുക്കാമെന്ന് പറഞ്ഞെങ്കിലും ആളെ നേരിട്ട് കാണാതെ ചേച്ചി വീട് കൊടുക്കുമെന്ന് തോന്നുന്നുണ്ടോ? എനിക്ക് അങ്ങനെ തോന്നുന്നില്ലെന്ന് മഞ്ജു അങ്ങനെ പറയുകയാണ്. എന്നാൽ മഞ്ജുവിനെ എതിർത്തുകൊണ്ട് അനന്തനും മുകുന്ദനും രമ്യയും എല്ലാവരും സംസാരിക്കുന്നുണ്ട്. അപ്പോഴേക്കും അങ്ങോട്ടേക്ക് അർച്ചന വരികയാണ്. എല്ലാവരും കൂടി നിൽക്കുന്നത് കണ്ട് അർച്ചന ചോദിക്കുന്നുണ്ട്, എന്താ അവിടെ ഒരു പ്രശ്നം, മോളെ നിനക്ക് എന്തു പറ്റിയെന്ന് ചോദിക്കുകയാണ്. മുകുന്ദനും രമ്യയും അപ്പോ ഉണ്ടായ സംഭവങ്ങളെല്ലാം പറയാണ്. ആ ജെ.കെ. സാറിൽ നിന്നും ചിന്നു ടോക്കൺ അഡ്വാൻസ് വാങ്ങിപ്പോയി, ചേച്ചിയെ അറിയിക്കാൻ അവൾക്ക് കഴിഞ്ഞില്ല എന്നങ്ങനെ പറയുമ്പോൾ ചിന്നു ആണെങ്കിൽ അർച്ചനയെ പേടിച്ച് അങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. ഇതോടെയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്.